എപ്പോഴാ കണ്ടത് ഒരു 8 മണിയൊക്കെ കാണും. കമ്പാർട്ട്മെന്റ് ഇയാൾ മാത്രമായിരുന്നു അല്ല തള്ളിയിട്ടതായിരുന്നു. ചവിട്ടി തള്ളിയിട്ടതായിരുന്നു. ചവിട്ടിയാണോ തള്ളിയിട്ടത്? ചവിട്ടി തള്ളിയിട്ടതാ. ഒരുമിച്ച് യാത്ര ചെയ്ത് വരികയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള പ്രതികരണമാണല്ലോ ശ്രുതി. ഒരുമിച്ച് യാത്ര ചെയ്തു വന്ന യാത്രികയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അരുൺ പറയൂ. സായി, ഇവർ ഒരുമിച്ച് ഇന്ന് കോട്ടയത്ത് നിന്നും യാത്ര ചെയ്ത് വരികയായിരുന്നു. ഈ പ്രതിയായ സുരേഷ് കുമാർ ചവിട്ടി തള്ളിയിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സഹയാത്രിക പങ്കുവെക്കുന്നത്. ഇതിൽ എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും നേരത്തെ ഇവർക്ക് പരിചിതമായിട്ടുള്ള ഒരാളല്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. എന്തായാലും ഈ കൂടെയുള്ള കുട്ടി വളരെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കാരണം വളരെ ഭയത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. എന്തായാലും പോലീസിന് പ്രാഥമികമായിട്ടുള്ള മൊഴി എന്തായാലും ഇപ്പോൾ നിലവിൽ നൽകിയിട്ട് ഇപ്പോൾ കുട്ടിയെ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. പ്രതിയെ അതിൻ്റെ കൂടെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായ മൊഴി കൊച്ചുവേളിയിലെ RPF ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രതിയെ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. സായി, ഏറ്റവും നിർണായകമായത് സാക്ഷിയായ സഹയാത്രികക്കാരിയായ പെൺകുട്ടിയുടെ പ്രതികരണം തന്നെയാണ്. അതായത് ചവിട്ടി താഴെയിട്ടതാണ് ഈ പെൺകുട്ടിയെ എന്ന് കൃത്യമായി അത് നേരിൽ കണ്ട ആ പെൺകുട്ടി പറയുകയാണല്ലേ? അരുൺ സോളമൻ, കേൾക്കാമെങ്കിൽ ആ പെൺകുട്ടിയുടെ മൊഴി തന്നെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ചവിട്ടി താഴെയിടുകയായിരുന്നു മദ്യലഹരിയിലായിരുന്ന ഈ പ്രതി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്, അല്ലേ? തീർച്ചയായും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മളിപ്പോൾ ഈ പ്രതിയുമായി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് ചോദിച്ചപ്പോൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. എങ്ങനെയാണ് യുവതിയെ തള്ളിയിട്ടതല്ല, പോലീസ് ബോധപൂർവം കെട്ടിച്ചമച്ചു എന്നൊക്കെ പറയുമ്പോഴും അമിതമായി മദ്യപിച്ചതിൻ്റെ ഗന്ധം ഇയാൾ ഉണ്ടായിരുന്നു. എന്തായാലും തള്ളിയിട്ടു അല്ലെങ്കിൽ ചവിട്ടി തൊഴിച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ഈ 50 വയസ്സ് പ്രായമുള്ള ആൾ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സഹയാത്രികർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിയുമായി ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് നിലവിൽ RPF. അവിടെയാണ് പ്രതിയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും യുവതി അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നത്. സായി, തീർച്ചയായും കേരള മനസാക്ഷിയെ ഒരിക്കൽ കൂടി ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാത്രി 8 മണിയോട് കൂടിയാണ് കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെച്ച് ഇങ്ങനെ ഒരു അതിക്രമം ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വർക്കലയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. പ്രതി മദ്യലഹരിയിലാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. സഹയാത്രക്കാരുടെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കേട്ടു. പ്രതി പറയുന്നത് പ്രകാരം തന്നെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ നേരിൽ കണ്ട ആളുകൾ വളരെ കൃത്യമായി തന്നെ അത് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയെ ചവിട്ടി താഴെയിടുകയായിരുന്നു എന്ന്. എന്തായാലും ഇപ്പോൾ പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഈ ട്രെയിനിനകത്തുണ്ടായിരുന്ന സഹയാത്രക്കാർ തന്നെയാണ് ഈ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്.